ഇവിടെ നമ്മളെല്ലാവരും പണ്ട് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നൊരു പേരുണ്ട്. എന്താണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കറാണ്. കേരളത്തിന്റെ ഓരോ ചലനങ്ങളും വിദേശത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഫാരിസ് അബൂബക്കറാണ്. അത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാര്യമാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ കാര്യമാണെങ്കിലും കുടുംബകാര്യമാണെങ്കിലും എല്ലാം അവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത്. ആ ഫാരിസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? അമേരിക്കയിലേക്കാണ്. ഇതപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ശേഷകാലം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് സംശയിച്ചാലും അത് ബന്ധപ്പെടാനില്ല. ഇനിയിപ്പോൾ എത്ര കാലം ഇവിടെ മുഖ്യമന്ത്രിയാവുന്നതെന്നും നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വരുന്ന കാര്യങ്ങളെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിണറായിയെ പൂട്ടാൻ തീരുമാനിച്ചു തന്നെ ഷോൺ ജോർജ്. മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടി എന്ന വീണ വിജയൻ പിതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചു എന്ന ആരോപണത്തിലും വിലയിരുത്തലിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ MR അജയൻ നൽകിയ ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ലെന്നും മാസപ്പടിയിൽ CBI അന്വേഷണം വേണ്ടെന്നും വീണ വിജയൻ സത്യവാങ്മൂലം നൽകിയതിനുള്ള പ്രതികരണമായിരുന്നു അത്. എക്സാലോജിക് കമ്പനി CMRLന് IT സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് വീണയുടെ വാദത്തിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. എനിക്കിതിനകത്ത് പറയാനുള്ളത്, വീണയുടെ ഈ അഫിഡവിറ്റ് വീണ അച്ഛന് വേണ്ടിയാണ് കാശ് മേടിച്ചെന്ന് സമ്മതിക്കുന്നത് തുല്യമാണ്. കാരണം വീണ പണം വാങ്ങി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. വീണ മോളെ ഇതുവരെ നിരസിച്ചിട്ടില്ല. വീണ ഏതെങ്കിലും തരത്തിൽ സേവനം ആ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സമയം വരെയും വളരെ കൃത്യമായി തന്നെ യാതൊരു സേവനവും നടന്നിട്ടില്ല എന്ന് എല്ലാ അന്വേഷണത്തിലും 3 ഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ യാതൊരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞു. അപ്പോ വീണ തന്നെ പറയുന്നു, ഇത് എന്നെ ലക്ഷ്യം വെച്ചുള്ളതല്ല, എന്റെ പിതാവിനെ ലക്ഷ്യം വെച്ചുള്ളതാണ്, പിതാവിനുമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് പിതാവിന്റെ രാഷ്ട്രീയത്തെ തകർക്കാനാണെന്ന് പറയുമ്പോൾ കൃത്യമായി ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ് വീണ കൈപ്പറ്റിയെന്ന് വീണ തന്നെ സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ അഫിഡവിറ്റ്. മുഖ്യമന്ത്രി പറഞ്ഞൊരു വിഷയം ഇതിന് പൊതുകാര്യ പ്രസക്തമായ വിഷയമല്ല, 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹം ഭരിക്കുന്ന വ്യവസായ വകുപ്പിന്റെ കീഴിൽ KSIDCക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ള 13.4% ഷെയറുള്ള കമ്പനിയാണ്. ആ കമ്പനി മുഖ്യമന്ത്രി ദിവസം പോയി ഞങ്ങൾക്കൊരു പ്രസക്തിയില്ല, സർക്കാർ ഒരു ഫേവർസ് ചെയ്തിട്ടില്ല, സർക്കാരിനകത്ത് റോളില്ല എന്ന് പറഞ്ഞാൽ അതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ കേരള ഹൈക്കോടതി ഇരിക്കുന്നത് പിണറായി വിജയന് ഗോവിന്ദൻ മാഷല്ല. ഗോവിന്ദൻ മാഷാണ് കേരള ഹൈക്കോടതി ഇരിക്കുന്നതെങ്കിൽ ശരിയാണ്, അംഗീകരിക്കും. പക്ഷേ ഇത് കേരള ഹൈക്കോടതിയിൽ വിവരമുള്ള ജഡ്ജിമാരായിരിക്കുന്നത്. CBI അന്വേഷണ ഹർജിയിലെ ആരോപണങ്ങൾ മുമ്പ് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും പരിശോധിച്ച് തള്ളിയതാണ്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് തന്റെ പിതാവുമായി ബന്ധമില്ല. CMRLന് വഴിവിട്ട് ആനുകൂല്യം ലഭിക്കാനോ പിതാവോ ഇടപെട്ടതായി തെളിവില്ല. ഏതെങ്കിലും വിധത്തിൽ കൈക്കൂലി ലഭിച്ചതായി ഹർജിയിലില്ല. എക്സാലോജിക് സ്ഥാപിച്ച് 2 വർഷത്തിന് ശേഷമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. എന്നാലും വിവാദങ്ങൾക്കോ ആരോപണങ്ങൾക്കോ വീണയ്ക്കോ പിതാവായ പിണറായി വിജയനോ മറുപടിയില്ല. ഷോൺ ജോർജിന്റെ പ്രതികരണങ്ങളിലേക്ക്. ഇത് കാര്യത്തിൽ ഇടപാട് ഏകദേശം ഒരു ചെറിയ എമൗണ്ട് അല്ല നടന്നിരിക്കുന്നതെന്ന് അറിയാലോ. നമ്മളെ അക്കൗണ്ടിൽ കൂടെ വന്ന 1,72,00,000 രൂപ മാത്രമാണ്. ബാക്കി ആദ്യത്തെ ഒരു ഘട്ടത്തിൽ 100 കോടി രൂപയാണെങ്കിൽ പിന്നീട് കോടാനുകോടി രൂപ ഇതിൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എങ്ങോട്ട് പോയി? ഇത് അമേരിക്കയ്ക്ക് പോയി. പച്ചയ്ക്ക് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോയി. ഇത് എവിടെ നിന്നൊക്കെ ഇപ്പം എനിക്കറിയാവുന്ന ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇനി ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്. ഇപ്പം ഒരു വഴിക്ക് പോയപ്പോൾ ഞാനൊരു മൗറീഷ്യസ് വരെ എത്തി. ഒരു വഴിക്ക് പോയപ്പോൾ അതിനൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ വലിയ രേഖകളൊന്നുമില്ല. പക്ഷേ മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊരു ഫ്ലാറ്റിൽ ഒരു അമ്മച്ചി മത്തി വറുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ആ മൗറീഷ്യസിലുള്ള കമ്പനിയുടെ കേരള ഓഫീസിൻ്റെ അവസ്ഥ. അത് കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിക്കിട ബാക്കിയോ നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ അങ്ങനെ എത്രയോ മൗറീഷ്യസ് കമ്പനികളിലോ അമേരിക്കൻ കമ്പനികളിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ അവശേഷിക്കുന്ന നമുക്ക് കിട്ടിയത് 1.72 ഇപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കില്ല. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. 2019 ക്ലോസ് ചെയ്തു പോയ ഒരു അക്കൗണ്ടാണ് അത്. മുൻ ഭർത്താവ് ക്ലോസ് ചെയ്തപ്പോൾ ക്ലോസ് ആയി പോയതാണ്. എന്തോ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എങ്ങനെയാണ് മുൻ ഭർത്താവ് അത് ക്ലോസ് ചെയ്തപ്പോഴും അദ്ദേഹം സിഗ്നേറ്ററി ആയിരുന്നു. അപ്പം അതിനുശേഷം ആ അക്കൗണ്ടുകളിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ള അമേരിക്കയിലേക്കാണ്.
ഒരു സംശയം വേണ്ട. ഇവിടെ നമ്മളെല്ലാവരും പണ്ട് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നൊരു പേരുണ്ട്. എന്താണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണ്? കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കറാണ്. കേരളത്തിന്റെ ഓരോ ചലനങ്ങളും വിദേശത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഫാരിസ് അബൂബക്കറാണ്. അത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാര്യമാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ കാര്യമാണെങ്കിലും കുടുംബകാര്യമാണെങ്കിലും എല്ലാം അവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത്. ആ ഫാരിസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? അമേരിക്കയിലേക്കാണ്. ഇതപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ശേഷകാലം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് സംശയിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇനിയിപ്പോൾ എത്ര കാലം ഇവിടെ മുഖ്യമന്ത്രിയാവുന്നിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വരുന്ന കാര്യങ്ങളെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിൽ നടന്നൊരു സംഭവം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ള ഇടപാടാണല്ലോ നടന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതും ഭാഗമാണ്. അത് വേറൊരു കേസാണ്. ഇതിപ്പോൾ SFIO എന്നുള്ള അന്വേഷണമായ ഇതിന് കമ്പനിയുമായി ബന്ധപ്പെട്ട് അഴിമതിയായിട്ട് വരുന്ന ഗവൺമെൻറ് വരുന്ന ഒരു ഭാഗമായിട്ടല്ലേ നമ്മുടെ വരുന്നത്? രണ്ടും രണ്ടല്ലേ യഥാർത്ഥത്തിൽ? അതെ, രണ്ടാണ്. അല്ലല്ല, വിജിലൻസ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ നടന്നിട്ടുള്ള അഴിമതി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ മാറ്റർ സെയിമാണ്. മാറ്റർ എന്താണ്? CMRൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് പോകുന്നത്. അത് ഓൾറെഡി ഒരു എൻക്വയറി SFIയുടെ നടക്കുന്ന സ്ഥിതിക്ക് വിജിലൻസ് എൻക്വയറി എവിടെയാണ് നടത്തേണ്ടത്, ഇതിൻ്റെ അഴിമതി എവിടെ നടന്നു എന്നതിനെ സംബന്ധിച്ച്. പക്ഷേ SFI ഇനിഷ്യേറ്റ് ചെയ്തൊരു എൻക്വയറി അവിടെ നിൽക്കുമ്പോൾ ഇത് പ്രായോഗികമായി നടക്കില്ല. അതാണ് പ്രശ്നം. കമ്പനി അഫയേഴ്സ് അല്ലേ SFI കമ്പനി അഫയേഴ്സ് ആണെങ്കിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷേ രണ്ടിനും വേണ്ട ഡോക്യുമെന്റ്സ് സെയിം ആണ്. സെയിം ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു വിജിലൻസ് എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്താൽ അവിടെ ഈ ഡോക്യുമെന്റ്സുകൾ നമുക്കൊരു വിഷയമല്ലേ. നമ്മളെക്കാൾ നന്നായിട്ട് SFIയേക്കാൾ നന്നായിട്ട് ഇതിന് അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് ഏറ്റവും അധികം നന്നായിട്ട് അറിയാവുന്ന ആരാ? നശിപ്പിക്കപ്പെടാനും സാധ്യതയില്ലേ വിജിലൻസ് അന്വേഷിച്ചാൽ? ഇതിനകത്ത് പല പല ഘട്ടത്തിലും വിജിലൻസിൻ്റെ ഒരു എൻക്വയറി കയറി വന്നാൽ ഇത് മുഖ്യമന്ത്രി ഇപ്പോൾ വിജിലൻസ് ഒഴിഞ്ഞാൽ തന്നെ CPM ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം വന്നാൽ അതൊരു അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കോടതി വിധി ഉണ്ടല്ലോ. ഏതാ? അതായത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കോടതി വിധി വന്നല്ലോ, അതിലാണല്ലോ ഈ തെളിവ്. അങ്ങനെയുള്ള 1.72 റെക്കോർഡിൽ വരുന്നത്. ആ റെക്കോർഡ് മാറ്റാൻ പറ്റില്ലല്ലോ. ആ റെക്കോർഡ് മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടെ ആ റെക്കോർഡ് എന്തോ എങ്ങനെ ഉണ്ടായി? PCIT പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരുടെ അന്വേഷണത്തിൽ ഇവർ കൊടുത്ത മൊഴി ആണ് പ്രശ്നമാണത്. ആ മൊഴിയെല്ലാം ഇവർ ഇപ്പോൾ മാറ്റി. പക്ഷെ ആ മൊഴി മാറ്റിയിട്ട് കാര്യമില്ല. മൊഴി അവിടെ റെക്കോർഡർ ആയതുകൊണ്ട് മൊഴി മാറ്റിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? അത് ഒരു ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു സാധനം എങ്ങനെ പുറത്തു വന്നു? ഷോൺ ജോർജും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായി, ആ കോൺസ്പിറൻസിയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പം ഡൽഹി ഹൈക്കോടതിയിൽ ഇവരുടെ കണ്ടൻഷൻ. ഇവരങ്ങനെയാണ് ആരോപിക്കുന്നത്. ഞാൻ ആ കേസിൽ കക്ഷിയേരിയാണ്. 27-ാം തീയതി ജൂലൈ 27-ന് ഞാൻ ഡൽഹി ഹൈക്കോടതി ഞാൻ കക്ഷിയേരി. കാരണം അതിനകത്ത് മുഴുവൻ ഷോൺ ജോർജ് ഇൻകം ടാക്സ് ഇവർ ഗൂഢാലോചന നടത്തി, പൊളിറ്റിക്കലായിട്ടുള്ള നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ഇവർ പറയുന്നത്.